ഈശോയിൽ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവായ ദൈവത്തിൻ്റെ ആകർഷണത്താലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുക. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ആരും എൻ്റെ അടുത്തേക്ക് വരികയില്ല എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവായ ദൈവം നമ്മളെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനും നമുക്ക് വിടുതൽ നൽകുന്നതിനും നമ്മളെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനും കർത്താവിൻ്റെ വചനമാകുന്ന വിരുന്നിൽ നമുക്ക് കർത്താവ് ഒരുക്കി തന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പസ്തോലന്മാരെ കർത്താവായ യേശുമിശിഹ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവരെ പറഞ്ഞയക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനം: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാ സൃഷ്ടികൾ, എല്ലാവരും, ഈ ലോകത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം സൃഷ്ടിച്ചതാണ് എല്ലാവരെയും. അതിന് മതമില്ല, വർഗമില്ല, വ്യത്യാസമൊന്നുമില്ല. ദൈവം സൃഷ്ടിച്ച എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തണം. ഇത് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകിയ കൽപ്പനയാണ്. ഈ കൽപ്പന നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. എല്ലായിടത്തും പോയി നമ്മൾ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന്. അതിനെയാണ് ജോൺ 2 മാർപ്പാപ്പ ഇവാഞ്ചലൈസേഷൻ എന്ന് വിളിക്കുക. ജോൺ 2 മാർപ്പാപ്പ 3 തരത്തിലുള്ള ഇവാഞ്ചലൈസേഷൻ ഉണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിക്കുക. 1 ഇവാഞ്ചലൈസേഷൻ, 2 ഓൺഗോയിങ് ഇവാഞ്ചലൈസേഷൻ, 3 ന്യൂ ഇവാഞ്ചലൈസേഷൻ. അതായത് സുവിശേഷവൽക്കരണം ഒന്നാമത്തേത്, രണ്ടാമത്തേത് തുടർ സുവിശേഷവൽക്കരണം, അതായത് ഓൺഗോയിങ് ഇവാഞ്ചലൈസേഷൻ, മൂന്നാമത്തേത് ന്യൂ ഇവാഞ്ചലൈസേഷൻ, നവ സുവിശേഷവൽക്കരണം. ഇതിനകത്ത് ഓൺഗോയിങ് ഇവാഞ്ചലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ബൈബിൾ കൺവെൻഷൻ നടത്തുക, മതബോധനം നടത്തുക, ഞായറാഴ്ച വൈദികൻ കുർബാന മധ്യേ പ്രസംഗിക്കുക, വാർഡ് യോഗങ്ങളിൽ കർത്താവിൻ്റെ സന്ദേശം നൽകുക. ഇതെല്ലാം ഓൺഗോയിങ് ഇവാഞ്ചലൈസേഷൻ, തുടർ സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അതുണ്ടെങ്കിലേ നമ്മൾ വിശുദ്ധിയിൽ വളരാനായിട്ട്, നമ്മളെ സ്വയം വിശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തേത് ന്യൂ ഇവാഞ്ചലൈസേഷൻ, നവ സുവിശേഷവൽക്കരണം എന്നാണ്. വിശ്വാസം സ്വീകരിച്ച് നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ അടുത്തേക്ക് പോയി അവരെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ന്യൂ ഇവാഞ്ചലൈസേഷൻ, നവസുവിശേഷവൽക്കരണമെന്ന് ജോൺ 2 മാർപ്പാപ്പ ഉത്ബോധിപ്പിക്കുക. ഞാൻ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഊന്നൽ കൊടുക്കുക. അതായത് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണം. ഈശോയെക്കുറിച്ച് അറിയാത്ത എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഈശോയെക്കുറിച്ച് പരിചയമില്ലാത്ത എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുക. ഈശോയെക്കുറിച്ച് നമുക്കറിയാവുന്ന ദൈവം, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. രക്ഷയ്ക്ക് വേണ്ടി വേറൊരു ദൈവമില്ല. ഏകദൈവം, ജീവിക്കുന്ന ദൈവം, ഉയർത്തെഴുന്നേറ്റ ദൈവം, ഇന്ന് നമ്മുടെ കൂടെയുള്ള ദൈവം. അത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയണം. ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അറിയാത്തവരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനെയാണ് സുവിശേഷവൽക്കരണം എന്ന് സഭ പഠിപ്പിക്കുക. അത് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. നമ്മളെല്ലാവരും മിഷണറിമാരാണ്. മിഷൻ എന്ന് പറഞ്ഞ ദൗത്യം എന്നാണ്. സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഞാൻ മണിപ്പാൽ പള്ളിയിലുണ്ടായിരുന്നപ്പോൾ ഒരു ധർമ്മക്കാരനും ധർമ്മക്കാരൻ്റെ ഭാര്യയും ഒരു ഭിക്ഷ യാചിക്കാനായി വന്നു. അവിടെ ആവശ്യം ഇച്ചിരി വലുതാണ്. അതായത് മകളെ കെട്ടിക്കാനുള്ള പണത്തിന് വേണ്ടിയാണ് വന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു സാധാരണ ഭിക്ഷ കൊടുത്ത് വിട്ടാൽ
ഈ കുടുംബത്തിന് ഒന്നും ആവില്ല എന്ന് മനസ്സിലാക്കി ഞാൻ 2 ഡോക്ടർമാരെ വിളിച്ച് പറഞ്ഞു, കുറച്ച് പൈസ എന്നെ സഹായിക്കണം, ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആശുപത്രിയിൽ നിന്ന് പള്ളിയിലെത്താൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞാൻ ഒരു തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ ഒരു ചിത്രം എൻ്റെ ഓഫീസിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അവരോട് കഷാരയിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ നിലത്തിരുന്നു. അപ്പം ഞാനും അവരുടെ കൂടെ നിലത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതാരാണെന്ന് അറിയാവോ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നു. ആ ദൈവം നമ്മുടെ പോലെ ഒരാളായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ 2 കരങ്ങളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. രണ്ടുപേരും ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ഞാനൊരു 1/2 മണിക്കൂർ ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് മുഴുവൻ കേട്ടു. ഞാൻ പള്ളിയിലുള്ള പൈസയും ഇവർ 2 ഡോക്ടർമാരും കൊണ്ടുവന്ന കാശും കൂടി ഏതാണ്ട് 35,000 രൂപ ഞാനൊരു കൂടിനകത്തിട്ട് ഈ പൈസ ഇവരെ ഏൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ്, ಬೇಡ ಫಾದರ್, ನಮಗೆ ಹಣ ಬೇಡ, ನೀವು ದೇವರನ್ನು ನಮಗೆ ತೋರಿಸಿಕೊಟ್ಟಿದ್ದೀರಿ, ನಮಗೆ ಆ ದೇವರನ್ನು ಹಣ ಕೊಡ್ತಾರೆ, ನಮಗೆ ಹಣ ಬೇಡ ಫಾದರ್, ನೀವು ದೇವರನ್ನು ನಮಗೆ ತೋರಿಸಿಕೊಟ್ಟಿದ್ದೀರಿ, ಇನ್ನು ದೇವರು ಹಣ ಕೊಡ್ತಾರೆ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ കൂപ്പിപ്പിടിച്ച് യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അവർ പോകുന്ന രംഗം ഞാൻ കാണുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനവരെ മുമ്പിൽ ഓടി അവരുടെ മുമ്പിൽ വന്ന് നിർത്തി ആ പൈസ അവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് സമാധാനമായത്. ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഇന്ന് നമുക്കുള്ളതിനേക്കാൾ കൂടുതലായ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കയറാൻ ഒരു വിജാതീയന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഒരു വാക്കായിരിക്കും പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മറ്റുള്ളവരെ നയിക്കുക. അപ്പോൾ നമ്മളെല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് നമ്മൾ സുവിശേഷമായി മാറണം, സുവിശേഷം ജീവിക്കാൻ തുടങ്ങണം. സുവിശേഷം എത്ര പ്രാവശ്യം വായിച്ചു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം, എത്ര പ്രാവശ്യം ഞാൻ സുവിശേഷം ജീവിച്ചു എന്നതാണ്. ജീവിച്ച സുവിശേഷം വായിച്ചുകൊണ്ടാണ് മറ്റു മതസ്ഥർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുക. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തോമാസ് ശ്ലീഹ ഇന്ത്യയിലേക്ക് വന്ന് സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഇത്ര ഒരു വലിയ ഒരു ഗ്രൂപ്പായി വചനം കേൾക്കാൻ ഇവിടെ എത്തിയിരിക്കുക. ഒരു വ്യക്തി വന്ന് സുവിശേഷം പ്രസംഗിച്ചതാണ്. അത് മൈക്കോ പള്ളിയോ ഒന്നുമില്ല, ഓരോ വ്യക്തികളുടെ വീട്ടിൽ ചെന്ന് വചനം പ്രസംഗിച്ചതാണ്. ഞങ്ങൾ ഇത്രയും പേര് വചനം പ്രസംഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രദേശം മുഴുവനും, ഇന്ത്യ മുഴുവനും, ഭാരതം മുഴുവനും ക്രൈസ്തവരായേനെ, ക്രിസ്തുവിനെ അറിഞ്ഞേന്, രക്ഷകനായ ദൈവത്തെ അറിഞ്ഞേന്. ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, വചനം പ്രസംഗിച്ചില്ലെങ്കിൽ, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കുംസാരിക്കേണ്ട പാപമാണ്, മാരക പാപമാണ്. അവിടെ ഈശോയെക്കുറിച്ച് പറയാൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, മാപ്പപേക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് വചനം പ്രസംഗിക്കാൻ, ഈശോയെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ.